നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു അരിഷ്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദശമൂലാരിഷ്ടം പോലെ തന്നെ എല്ലാവരും കേട്ടിട്ടുള്ളതും ഇപ്പോൾ ഏതെങ്കിലും അവസ്ഥയിൽ ആയുർവേദ മരുന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ളതുമായ ഒരു ഔഷധമാണ് ഈ അരിഷ്ടം. മറ്റൊന്നുമല്ല, അഭയാരിഷ്ടത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അഭയാരിഷ്ടം ആർക്കൊക്കെ ഏതൊക്കെ കണ്ടീഷനിൽ ഉപയോഗിക്കാം, അതിൻ്റെ ഡോസേജ് എത്രയാണ്, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, കുട്ടികൾക്ക് കഴിക്കാമോ എന്നുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അഭയാരിഷ്ടം, അഭയ എന്നാൽ കടുക്ക എന്നാണ് അർത്ഥം. അപ്പോൾ കടുക്കത്തോട് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഒരു അരിഷ്ടമാണ് അഭയാരിഷ്ടം. അഭയാരിഷ്ടം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ദഹന സംബന്ധമായ അവസ്ഥകളിലാണ്. ദഹന സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ, അതായത് വയറുവീർപ്പ്, അരുചി, വായ്ക്ക് രുചിയില്ലാതെ വരിക, ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുക, ഒരു നോസിയ പോലെ, അതായത് ഓക്കാനം വരിക, ഈ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അജീർണം, നന്നായിട്ട് ദഹനം നടക്കാത്ത അവസ്ഥകളിൽ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അരിഷ്ടമാണ് അഭയാരിഷ്ടം. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണശൈലിയും ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന ദഹനക്കേടുകളോ ഏതെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അഭയാരിഷ്ടം. അതുപോലെ തന്നെ മൂലവ്യാധികൾ, അതായത് അർശസ്, ഫിസ്റ്റുല, ഫിഷർ, ഈ രോഗികൾക്കെല്ലാം ആയുർവേദ ചികിത്സയാണ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായും അല്ലെങ്കിൽ നിശ്ചയമായിട്ടും കൊടുക്കുന്ന, ആയുർവേദ ഡോക്ടർമാർ കൊടുക്കുന്ന ഒരു ഔഷധം തന്നെയാണ് അഭയാരിഷ്ടം. അതിൻ്റെ ഒന്നാമത്തെ ഗുണം അഗ്നി ദീപ്തികരമാണ്. അതായത് നമ്മുടെ ജഠരാഗ്നി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്, വിശപ്പുണ്ടാക്കുന്ന ഒരു അരിഷ്ടം തന്നെയാണ്. കടുക്ക ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ മലശോധനയ്ക്ക് വളരെ സഹായകമായ ഒരു അരിഷ്ടമാണ് അഭയാരിഷ്ടം. ഇപ്പോൾ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ, മലം മുറുകി പോകുന്നവർക്കൊക്കെ അഭയാരിഷ്ടം വളരെ ഫലപ്രദമാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അഭയാരിഷ്ടം പ്ലീഹ രോഗങ്ങൾക്കും ഗ്രഹണി രോഗത്തിനും അതുപോലെ തന്നെ ഗുൽമത്തിനുമൊക്കെ വളരെ ഫലപ്രദമാണ് എന്നാണ്. ഗുൽമം എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഗ്യാസ് ട്രബിൾസിന് ഒക്കെ അഭയാരിഷ്ടം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ്. അതുപോലെ രക്തക്കുറവിനും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനും എല്ലാ ത്വക്ക് രോഗങ്ങൾക്കും അഭയാരിഷ്ടം നല്ലതാണ്. അതുപോലെ നമുക്ക് കൃമിഹരമായ ഒരു ഔഷധമാണ് അഭയാരിഷ്ടം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധമാണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് പറയുകയാണെങ്കിൽ മുതിർന്നവരിൽ 15 മുതൽ 30 മില്ലി വീതം 2 നേരം ആഹാരത്തിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കൊടുക്കാം. അതിൽ ഡോസേജിൽ അത് കുട്ടികളെ കണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഈ ഔഷധം സേവിക്കാവൂ. ഇപ്പോൾ കുഞ്ഞു കുട്ടികളിൽ 5 മുതൽ 10 മില്ലി വരെയാണ് കൊടുക്കാറ്. അപ്പോൾ അത് ഏതൊക്കെ കാര്യത്തിനൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ വിശപ്പില്ലാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാകുന്നതിനും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, അതുപോലെ മുൻപ് പറഞ്ഞ പോലെ ഉദരസംബന്ധ രോഗങ്ങൾക്കും മൂലവ്യാധികൾക്കും എല്ലാം അഭയാരിഷ്ടം വളരെ നല്ലതാണ്. ആർക്കെല്ലാം അഭയാരിഷ്ടം കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. പ്രമേഹ രോഗികൾ, ഗർഭിണികൾ, അതുപോലെ കൂടുതലായിട്ട് നെഞ്ചിരിച്ചിലും പുളിച്ചുതകട്ടിലും അനുഭവപ്പെടുന്നവരൊക്കെ അഭയാരിഷ്ടം കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ മുലയൂട്ടുന്നവരും അതുപോലെ പ്രസവത്തിന് ശേഷമുള്ള അമിതമായിട്ട് വായുകോപം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉള്ളിലേക്ക് സേവിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഭയാരിഷ്ടത്തിൻ്റെ ഗുണങ്ങളും ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫലപ്രദമാണ് അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.